إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات കഴിഞ്ഞ ഖുതുബയിലൂടെ സന്താനങ്ങളെ വളർത്തുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതോടുകൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ഒരു സന്താനം, ഒരാളുടെ മക്കൾ അത് ബുലൂഗ് എത്തിക്കഴിഞ്ഞാൽ, പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാലും ആ സന്താനത്തെക്കുറിച്ചുള്ളൊരു ബോധം, അല്ലെ ആ സന്താനത്തോടുള്ള നസീഹത്ത് മാതാപിതാക്കൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അതിന് ഏറ്റവും ഉത്തമമായ മാതൃക വിശുദ്ധ ഖുർആൻ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ എല്ലാവർക്കും പരിചയമുള്ള സൂറത്തുൽ ലുഖ്മാൻ, ലുഖ്മാനുൽ ഹക്കീം അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽപ്പെട്ട അള്ളാഹുവിന്റെ ഒരു വലിയായിരുന്നു മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം. അദ്ദേഹത്തെ കുറിച്ചുള്ള ചരിത്രവും അദ്ദേഹത്തിന്റെ ഉപദേശവും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് എടുത്തു പരിചയപ്പെടുത്തി അദ്ദേഹത്തിന്റെ നസീഹത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മൾ ഓരോ രക്ഷിതാക്കളും അദ്ദേഹത്തെ പോലെ ആവുവാൻ വേണ്ടിയാണ്. തന്റെ സന്താനങ്ങളോട് മഹാനായ ലുഖ്മാനുൽ ഹക്കീം അലൈഹിസ്സലാം ഏതൊരു നസീഹത്താണോ കൊടുത്തിട്ടുള്ളത്, അതേ നസീഹത്തുകൾ നമ്മുടെ സന്താനങ്ങൾക്കും നമ്മൾ ഓർമ്മിപ്പിക്കണം എന്നൊരു സന്ദേശവുമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലുഖ്മാനിലെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നമുക്കറിയാം മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം, ഒരു അധ്യായത്തിന്റെ പേര് തന്നെ എങ്ങനെയാണ്? വിശുദ്ധ ഖുർആനിൽ ആ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം, വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മ. ഇത് പറയുമ്പോ ഇപ്പൊ നമ്മള് പൊതുവെ ചെറുപ്പത്തിലൊക്കെ രക്ഷിതാക്കൾക്ക് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിലരൊക്കെ നല്ല നിലക്ക് വളർത്താൻ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ഒരു പ്രായം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അവന്റെ സ്വതന്ത്രമായ ഇഷ്ടത്തിന് മകനെയും മകളെയും വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥയാണ്. പിന്നെ അവരിൽ കൊടുക്കുന്ന ഉപദേശങ്ങൾ ദുനിയവിയായ ഉപദേശങ്ങളാണ്. ദുനിയവിയായ നിലയ്ക്ക് അവരെ എത്രത്തോളം വളർത്താൻ കഴിയോ ലക്ഷങ്ങളും കോടികളും മുടക്കി രക്ഷിതാക്കൾ വളർത്തിക്കൊണ്ടുവരികയാണ്. ആ മാർഗം ഹറാമിന്റെ മാർഗമാണെങ്കിൽ പോലും, ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കാതെ പോലും ദുനിയാവിന് വേണ്ടി വളർത്തിക്കൊണ്ടുവരുന്ന എല്ലാ മാതാപിതാക്കളും മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ ഈ ഉപദേശങ്ങൾ, ഈ മാതൃക ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മ. ലുഖ്മാൻ അലൈഹിസ്സലാമിന് ഹിക്മത്ത് നൽകി നാം. ഹിക്മത്ത് എന്ന് പറഞ്ഞ മുഫസ്സിറുകൾ പല വ്യാഖ്യാനങ്ങളും പറഞ്ഞിട്ടുണ്ട്. അങ്ങേയറ്റത്തെ ഫിഖ്ഹ്, ഇസ്ലാമിൽ അങ്ങേയറ്റത്തെ അറിവ്,
ഒരു പക്ഷെ ഒരാൾ ആലിമായിരിക്കാം, പക്ഷെ അവൻ ഹക്കീമായി കൊള്ളണമെന്നില്ല. ഹക്കീം, ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും, ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, ചില മുഫസ്സിറുകളൊക്കെ വിശദീകരിച്ചതുപോലെ ആ ഖുർആനിലുള്ള നാസിഖ്, ദുർബലപ്പെടുത്തിയ ആയത്ത്, മൻസൂഖ്, ദുർബലപ്പെടുത്തപ്പെട്ട ആയത്ത്, മുഹ്കം, മുത്തശാബിഹ്, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉടനെ തന്നെ അവർക്ക് പിടികിട്ടും. അങ്ങനെ ഒരു ഹിക്മത്ത് നൽകിയ വളരെയധികം വിജ്ഞാനമുള്ള മഹാപണ്ഡിതനായിരുന്നു ലുഖ്മാൻ അലൈഹിസ്സലാം. അദ്ദേഹത്തെ കുറിച്ച് ആദ്യം നമ്മൾ ആരായിരുന്നു ലുഖ്മാൻ അലൈഹിസ്സലാം എന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ആരായിരുന്നു ലുഖ്മാൻ അലൈഹിസ്സലാം? അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളും അദ്ദേഹത്തിന്റെ ജോലിയും ഒക്കെ നമ്മൾ പഠിക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ അതുകൊണ്ട് നമുക്ക് പല ഗുണപാഠങ്ങളും ഉണ്ടായേക്കാം. അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി എങ്ങനെയുള്ളവനാണ്? അത് ദുനിയാവിന്റെ സൗന്ദര്യമുള്ളവനോ അല്ലെങ്കിൽ പണമുള്ളവനോ വലിയ ജോലിയുള്ളവനോ ഒന്നുമല്ല. അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് കാണാം. മഹാനായ സുഫിയാൻ അസ്-സൗരി റഹ്മഹുല്ല പറയുന്നത് കാണാം. ഇബ്നു അബ്ബാസിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത് അദ്ദേഹം പറയുന്ന ഒരു ഖൗലുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന അബ്ദൻ ഹബശിയൻ നജ്ജാറ. മഹാനായ അല്ലാഹു വളരെ ഇഷ്ടപ്പെട്ട അല്ലാഹുവിന്റെ വലിയായ ലുഖ്മാൻ അലൈഹിസ്സലാം അദ്ദേഹം ഒരു കറുത്ത വർഗക്കാരനായ, അബിസീനിയക്കാരനായ, ആശാരിപ്പണിക്കാരനായ ഒരു അടിമയായിരുന്നു അദ്ദേഹം. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദാസനാണ്. അള്ളാഹു അദ്ദേഹത്തിന് ഹിക്മത്ത് നൽകി. അതുകൊണ്ടാണ് വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മത, ലുഖ്മാന് നാം ഹിക്മത്ത് നൽകി. അത് വലിയൊരു ഗുണമാണ്. അതുകൊണ്ട് അനിഷ്കുർ ലില്ലാഹ്, അള്ളാഹുവോട് നന്ദി കാണിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വമൻ യശ്കുർ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി. ആരാണോ നന്ദി കാണിക്കുന്നത് അവൻ തന്റെ നഫ്സിനോട് തന്നെയാണ് നന്ദി കാണിക്കുന്നത്. നമ്മൾ കരുതുന്നത് അള്ളാഹുവിനോട് നന്ദി കാണിച്ചാൽ അത് അള്ളാഹുവിന് വലിയ വലിയ ഗുണങ്ങളും അള്ളാഹുവിനോട് കൊണ്ട് വലിയ കാര്യങ്ങളും എന്നല്ല നമ്മൾ കരുതേണ്ടത്. മറിച്ച് അതുകൊണ്ടൊക്കെ ഗുണം നമുക്ക് തന്നെയാണ്. മുഫസ്സിറുകൾ വിശദീകരിച്ചു, നമ്മൾ അള്ളാഹുവിനോട് നന്ദി കാണിച്ചാൽ ഇന്നമാ യഊദു നഫ്ഉ ദാലിക വസവാബുഹു അലാ ശാകിരീൻ. നമ്മൾ നന്ദി കാണിക്കുമ്പോ അതിന്റെ പ്രതിഫലവും അതിന്റെ ഉപകാരവും ഒക്കെ അള്ളാഹുവിൽ നമുക്കാണ് ലഭിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. ആരാണോ അള്ളാഹുവോട് നന്ദി കേടി കാണിക്കുന്നത്, അങ്ങനെ ആര് നന്ദി കേട് കാണിച്ചാലും അള്ളാഹു ഗനിയും ഹമീദുമാണ്. അള്ളാഹുവിന് ഒരു നഷ്ടവും വരാനില്ല. അള്ളാഹു എന്നും ജനങ്ങളെ തൊട്ട് ഗനിയാണ്, ധന്യനാണ്. മുഫസ്സിറുകൾ ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് വിശദീകരിച്ചത് കാണാം, ലോകത്തുള്ള മുഴുവൻ ആളുകളും ഗനിയുൻ അനിൽ ഇബാദി ലാ യതദററു ബിദാലിക്. ആളുകൾ അള്ളാഹുവോട് കുഫർ കാണിച്ചു നിൽക്കുക. അതുകൊണ്ട് അള്ളാഹുവിന് ഒരു ഉപദ്രവവുമില്ല. അള്ളാഹു എന്നും അടിമകളെ തൊട്ട് ഗനിയാണ്. വലൗ കഫറ അഹ്ലുൽ അർദി കുല്ലുഹും ജമീഅ. ലോകത്തുള്ള മുഴുവൻ ആളുകളും അള്ളാഹുവോട് നന്ദി കേട് കാണിച്ചു നോക്കുക. അള്ളാഹുവിന് വല്ല നഷ്ടവുമുണ്ടോ? ഒരു നഷ്ടവുമില്ല. മറിച്ച് നമുക്ക് തന്നെയാണ് അതുകൊണ്ടുള്ള നഷ്ടം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാമിന് അള്ളാഹു ഹിക്മത്ത് കൊടുത്തു. ഈ ഹിക്മത്ത് കൊടുത്ത എന്ന് പറഞ്ഞാൽ അത് വലിയ ഖൈറാണ് ആ മനുഷ്യൻ അതിലൂടെ ലഭിക്കുന്നത്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ ദാസന്മാർക്ക് അള്ളാഹു കൊടുക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യുഅ്തിൽ ഹിക്മത മൻ യശാ. ദീനിലുള്ള അങ്ങേയറ്റത്തെ അവഗാഹം, ദീനിനെ കുറിച്ച് ഖുർആനിലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും മനസ്സിലാക്കാനുള്ള കഴിവ്, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നൽകും. വമൻ യുഅ്തൽ ഹിക്മത, ആർക്കാണോ അല്ലാഹു ഹിക്മത്ത് നൽകുന്നത്, ആർക്ക് ഹിക്മത്ത് നൽകപ്പെട്ടുവോ ഫഖദ് ഊതിയ ഖൈറൻ കസീറാ, അവന് ധാരാളം നന്മകൾ നൽകപ്പെട്ടു എന്ന. ധാരാളം നന്മകളാണ് അതുകൊണ്ട് ഉണ്ടാകുന്നത്. ആ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ വലിയ നേട്ടങ്ങൾ, വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി ശാസ്ത്രലോകത്ത് മുന്നേറുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനല്ല, ഏതെങ്കിലും ലക്ഷക്കണക്കിന് ശമ്പളമാവുന്ന ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഉടമയല്ല. മറിച്ചാരാ? അള്ളാഹുവിന്റെ ഇൽമിനെ കുറിച്ച്, ഖുർആനിനെ കുറിച്ച് വളരെയധികം ഹിക്മത്ത്, അറിവ് അള്ളാഹു നൽകുന്നത് ആർക്കാണോ അവന് ധാരാളം നന്മകൾ നൽകപ്പെട്ടു. അവൻ അള്ളാഹുവിന്റെ വലിയാണ്. ആ വലിയിൽപ്പെട്ട ആളാണ് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം. ആശാരി പണിക്കാരനായ,
മറ്റു റിപ്പോർട്ടുകളിൽ അദ്ദേഹം ഖയ്യാത്താണ്, തുന്നൽ പണിക്കാരനായിരുന്നു എന്നുമുണ്ട്. കറുത്ത വർഗക്കാരനായ ഒരു അടിമയായിരുന്നു മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം. അദ്ദേഹത്തെ കുറിച്ച് തഫ്സീറുകൾ പറഞ്ഞത് കുറച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇമാം ഖത്താദ റഹ്മഹുല്ല പറഞ്ഞു, ഖുൽതു അൻ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ ഖുൽതു ലിജാബിർ ഇബ്നു അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മൻ തഹാ ഇലൈക്കും ഫീ ശഅനി ലുഖ്മാൻ, ലുഖ്മാൻ അലൈഹിസ്സലാമയെ കുറിച്ച് താങ്കൾക്കുള്ള അറിവ്, നിങ്ങൾക്ക് കിട്ടിയ അറിവ് എന്താണ്? അപ്പോ മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, കാന ഖസീറൻ, മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം നീളം കുറഞ്ഞൊരു മനുഷ്യരായിരുന്നു. അഫ്തസ, മൂക്ക് പരന്നിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. മൂക്ക് പരന്ന നീളം കുറഞ്ഞൊരു മനുഷ്യനായിരുന്നു. മിനൻ നൂബ, നൂബ എന്ന് പറഞ്ഞാൽ ഈജിപ്തിന്റെ തെക്ക് ഭാഗത്തുള്ള ഏകദേശം സുഡാനോട് അടുത്തുള്ള ആഫ്രിക്കൻ രാജ്യമായ സുഡാനിൽ ചില പർവ്വതങ്ങളിൽ താമസിക്കുന്ന അതിൽപ്പെട്ട ഒരു കറുത്ത വർഗക്കാരനായിരുന്നു മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം. ഇമാം മുജാഹിദ് റഹ്മഹുല്ല പറഞ്ഞത് കാണാം, കാന ലുഖ്മാനു അബ്ദൻ അസ്വദ, കറുത്ത ഒരു അടിമയായിരുന്നു ലുഖ്മാൻ അലൈഹിസ്സലാം. അസീമ ശഫതൈൻ, രണ്ട് ചുണ്ടുകളും വലിയ രണ്ട് ചുണ്ടുകളുള്ള കറുത്ത ഒരു അടിമയായിരുന്നു. മുശഫഖൽ ഖദമൈൻ, കാൽപാദം വീതിയുള്ള വിശാലമുള്ള പരന്ന ഒരാളായിരുന്നു മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം. ഇതൊക്കെ അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളാണ്. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം നബിയാണോ അള്ളാഹുവിന്റെ ഔലിയാണോ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ബഹുഭൂരിഭാഗത്തിന്റെ അഭിപ്രായം അദ്ദേഹം ഒരു വലിയാണ് എന്നാണ്, നബിയല്ല വലിയാണ് എന്നാണ്. മഹാനായ ഖത്താദ റഹ്മഹുല്ല തഫ്സീറിൽ വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മത എന്ന ആയത്തിന്റെ തഫ്സീറിൽ കാണാൻ സാധിക്കും, ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അൽ ഫിഖ്ഹ ഫിൽ ഇസ്ലാം, അദ്ദേഹത്തിന് ഇസ്ലാമിൽ അങ്ങേയറ്റത്തെ അവഗാഹം അല്ലാഹു നൽകി. വലം യകുൻ നബിയ, അദ്ദേഹം നബിയായിട്ടില്ല. വലം യൂഹ ഇലൈഹി, അദ്ദേഹത്തിലേക്ക് വഹി നൽകപ്പെട്ടിട്ടില്ല എന്ന് ഇമാം തബരി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ എടുത്തു കൊടുക്കുന്നത് കാണാൻ സാധിക്കും. മാത്രവുമല്ല അദ്ദേഹത്തിന്റെ മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ ശ്രേഷ്ഠത എത്രത്തോളമാണ് അസറുകളിൽ തഫ്സീറുകളിൽ പണ്ഡിതന്മാർ എടുത്തു കൊടുത്തെന്ന് കാണാൻ സാധിക്കും. ഒരു കറുത്ത മനുഷ്യൻ സഈദ് ഇബ്നു മുസയ്യിബ് റഹ്മഹുള്ളയുടെ അടുക്കലേക്ക് വന്നു, ഒരു കറുത്ത മനുഷ്യൻ. അപ്പോ ഫഖാല ലഹു സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മഹുല്ലാഹ് അദ്ദേഹത്തോട് പറഞ്ഞു, കറുത്ത മനുഷ്യനാണ് വന്നിട്ടുള്ളത്, ആ മനുഷ്യനോട് പറഞ്ഞു, ലാ തഹ്സൻ മിൻ അജ്ലി അന്നക അസ്വദു, നീ കറുത്ത ഒരാളാണ് എന്ന കാരണത്താൽ നീ എന്ത് ചെയ്യണ്ട, നീ ദുഃഖിക്കണ്ട. കാരണം ഫഇന്നഹു കാന മിൻ അഖ്യരിൻ നാസി സലാസത്തും മിനസ് സൂദാൻ, സുഡാനിൽ നിന്നുള്ള 3 ആളുകൾ അവർ ഉത്തമ ജനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു. കറുത്ത വർഗക്കാരായ 3 സുഡാനിൽ നിന്നുള്ള ആളുകൾ അവർ ജനങ്ങളിൽ ഉത്തമരിൽപ്പെട്ട ആളുകളായിരുന്നു. അതാരൊക്കെ? ബിലാൽ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാണ്. വമിഹ്ജ റളിയല്ലാഹു അൻഹു മൗല ഉമർ റളിയല്ലാഹുവിന്റെ അടിമ. ബദർ യുദ്ധത്തിൽ ആദ്യം കൊല്ലപ്പെട്ട ഷഹീദാണ് മിഹ്ജ റളിയല്ലാഹു അൻഹു. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് ലുഖ്മാനുൽ ഹകീം അലൈഹിസ്സലാം, ലുഖ്മാനുൽ ഹകീം, അല്ലാഹുവിന്റെ ഇഷ്ടദാസൻ, അല്ലാഹുവിന്റെ വലി, അദ്ദേഹം, ഇവരൊക്കെ കറുത്ത ആളുകളായിരുന്നു. അതുകൊണ്ട് നീ കറുത്തവനാണ് എന്ന കാര്യത്തിൽ നീ ദുഃഖിക്കണ്ട എന്ന് സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് ഉണർത്തി കൊടുക്കുകയാണ്. മാത്രവുമല്ല അദ്ദേഹത്തിന്റെ വിശേഷണത്തെ കുറിച്ച് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് കാണാം. അംർ ഇബ്നു ഖൈസ് റഹ്മഹുല്ലാഹ് പറയുകയാണ്, കാന അബ്ദൻ അസ്വദ ഗലീദ അശ്ശഫതൈൻ, രണ്ട് ചുണ്ടുകളും തടിച്ച കറുത്തൊരു അടിമയായിരുന്നു അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം പറയുന്നത് കാണാം, ഒരിക്കൽ ഫഅതാഹു റജുലുൻ വഹുവ ഫീ മജ്ലിസി ഉനാസിൻ യുഹദ്ദിസുഹും, ലുഖ്മാനുൽ ഹകീം അലൈഹിസ്സലാം അദ്ദേഹം ജനങ്ങൾക്കിടയിൽ സദസ്സിൽ ജനങ്ങളോട് കാര്യങ്ങൾ ദീന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ ആ സദസ്സിലേക്ക് കടന്നു വന്നു. അപ്പൊ ഈ മനുഷ്യൻ ലുഖ്മാൻ അലൈഹിസ്സലാമിനെ കാണുകയും അപ്പൊ വന്ന മനുഷ്യൻ ചോദിച്ചു, അലസ്തല്ലദീ കുൻത തർആ മഅയൽ ഗനമ ഫീ മകാനി കദാ വകദാ, ഇന്ന സ്ഥലങ്ങളിൽ ആടിനെ മേയ്ക്കാൻ എന്റെ കൂടെ നിങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ലുഖ്മാനുൽ ഹകീം അലൈഹിസ്സലാമിനോട്
അപ്പോ ആ വന്ന മനുഷ്യൻ ചോദിച്ചു, ഫമാ ബലഗ ബിക മാ അറാ, ഇന്നിപ്പോ ഞാൻ കാണുന്ന രൂപത്തിൽ ആളുകൾക്ക് ദീനും ഹിക്മത്തൊക്കെ പറഞ്ഞു കൊടുക്കാൻ മാത്രം നിങ്ങളെ എത്തിച്ചിട്ടുള്ള കാര്യം എന്താ? അപ്പൊ മഹാനായ ലുഖ്മാനുൽ ഹക്കീം അലൈഹിസ്സലാം പറയുകയാണ്, ഖാല ഖദറുല്ലാഹ്, ഒന്ന് അല്ലാഹുവിന്റെ ഖദറാൻ. രണ്ട് സിദ്ഖുൽ ഹദീസ്, സംസാരത്തിൽ സത്യം പറയുന്ന ആളായിരുന്നു. വസംതു അമ്മാ ലാ യഅനീനി, എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ മൗനം പാലിക്കുന്നവനായിരുന്നു. ആളുകളുടെ സ്വഭാവം എങ്ങനെയാ? ആവശ്യമുള്ള വിഷയത്തിലും ആവശ്യമില്ലാത്ത വിഷയത്തിലും ധാരാളമായി ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്, അനാവശ്യമായ സംസാരങ്ങൾ. അപ്പൊ അദ്ദേഹത്തെ ഈ നിലയിലേക്ക് എത്തിച്ചത് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടൊരു ദാസന്റെ സ്വഭാവം, ആട്ടിടനായിട്ട് പോലും കറുത്ത വർഗക്കാരനായിട്ട് പോലും അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ടൊരു ദാസനായിരുന്നു അദ്ദേഹം. മാത്രമല്ല തീർന്നില്ല, അദ്ദേഹത്തിന്റെ തൊഴിലെന്തായിരുന്നു? ഇതൊക്കെ നമ്മൾ പറയുന്നത് ഇന്ന് ദുനിയാവിനെ പണയം വെച്ച് ധാരാളം സമ്പത്തുകൾ സമ്പാദിക്കാൻ വേണ്ടി പരലോകം നഷ്ടപ്പെടുത്തുന്ന ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അവരുടെ വിചാരം ദുനിയാവിന് വേണ്ടി നമ്മൾ മാറി നിന്നാൽ, അല്ലെങ്കിൽ ചെറിയ തോതിൽ ദീന പഠിച്ച് തൊഴിലുമായി നടന്നാൽ ദുനിയാവിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, 2-3 ലക്ഷം മാസം കിട്ടിയാലേ ജീവിക്കാൻ കഴിയൂ എന്ന വിചാരമുള്ള ആളുകളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ലളിതനായിരുന്നു അദ്ദേഹം, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദാസനായിരുന്നു. നോക്കിക്കേ അദ്ദേഹത്തിന്റെ തൊഴില്. ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, കാന യഹ്തതിബു കുല്ല യൗമിൻ ലിമൗലാഹു ഹുസ്മത ഹതബിൻ, അദ്ദേഹം എല്ലാ ദിവസവും തന്റെ യജമാനൻ, അടിമയാണല്ലോ, തന്റെ യജമാനന് ഒരു കെട്ട് വിറക് കൊണ്ടുവന്ന് കൊടുക്കും. ഇത് അദ്ദേഹത്തിന്റെ ജോലിയാണ്. ഒരിക്കൽ വഖാല ലിറജുലിൻ യൻസുർ ഇലൈഹി, കറുത്ത മനുഷ്യനാണല്ലോ. അപ്പോ ഒരാൾ അദ്ദേഹത്തിലേക്ക് ഇങ്ങനെ നോക്കി. അപ്പൊ നോക്കിയപ്പോ ലുഖ്മാൻ അലൈഹിസ്സലാം ആ മനുഷ്യരോട് പറഞ്ഞു, ഇൻ കുൻത തറാനി ഗലീദ അശ്ശഫതൈനി, നീ എന്റെ 2 ചുണ്ടും വല്ലാതെ തടിച്ച അവസ്ഥയിലാണ് നീ എന്നെ മനസ്സിലാക്കുന്നതെങ്കിലും നീ മനസ്സിലാക്കിക്കോ, ഫഇന്നഹു യഖ്റുജു മിൻ ബൈനിഹിമാ കലാമുൻ റഖീഖ്, അത് കറുത്ത തടിച്ച 2 ചുണ്ടുകളാണെങ്കിലും ആ ചുണ്ടുകൾക്കിടയിൽ നിന്ന് പുറപ്പെടുന്ന കലാമുകൾ, സംസാരങ്ങൾ, അത് വളരെ ഉപകാരപ്രദമായ ആശയമുള്ളതും മധുരമായ വാക്കുകളുമാണ്. റഖീഖായ മധുരമാർന്ന ആശയമുള്ള കലാമുകളാണ്, അത് നീ മനസ്സിലാക്കിക്കോ. ഇനി വഇൻ കുൻത തറാനി അസ്വദ, നീ എന്നെ ഒരു കറുത്ത മനുഷ്യനായിട്ടാണ് മനസ്സിലാക്കുന്നതെങ്കിൽ നീ മനസ്സിലാക്കിക്കോ, ഫഖൽബി അബ്യദ്, എന്റെ ഹൃദയം വെളുത്തതാണ്. അങ്ങനെ ആയിരിക്കണം ഒരു മനുഷ്യൻ. അല്ലാതെ വെളുത്ത സൗന്ദര്യമായി നടക്കുന്ന ആളുകൾ കറുത്ത ഹൃദയത്തിന്റെ ആളുകൾ, ഈമാനില്ലാത്ത, അള്ളാഹുവെ കുറിച്ച് ചിന്തയില്ലാത്ത, ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന അങ്ങനത്തെ തോന്നിവാസികളാവാൻ പാടില്ല നമ്മൾ. തീർന്നിട്ടില്ല. മഹാനായ ഖാലിദുർ റബീഇ റഹ്മഹുല്ല പറയുകയാണ്, അദ്ദേഹത്തിന്റെ ഹിക്മത്ത് എത്രത്തോളമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ യജമാനന് മുമ്പിലും ആ ഹിക്മത്ത് അദ്ദേഹം പ്രകടമാക്കുകയാണ്. ഒരു സംഭവം തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഒരിക്കൽ ലുഖ്മാൻ അലൈഹിസ്സലാമിനോട് ഓ അദ്ദേഹത്തിന്റെ യജമാനൻ, ഇസ്ബഹ് ലി ഷാതൻ, നീ ഒരു ആടിനെ അറുക്ക്, വഅ്തിനി ബിഅത്യബിഹാ മുദ്ഗതൈൻ, നീ ഒരു ആടിനെ അറുത്തിട്ട് അതിൽ നിന്ന് ഏറ്റവും നല്ല 2 മാംസകഷ്ണങ്ങൾ നീ കൊണ്ടുവാ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഫഅതാഹു ബില്ലിസാനി വൽ ഖൽബ്, ആടിനെ അറുത്തു. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് നാവും ഹൃദയവുമാണ്. അപ്പൊ ഫഖാല ലഹു, അദ്ദേഹത്തോട് യജമാനൻ ചോദിച്ചു, മാ കാന ഫീഹാ ഷൈഉൻ അത്യബു മിൻ ഹാദൈൻ, ഈ 2 മാംസകഷ്ണത്തെക്കാളും നല്ലതും നിങ്ങൾക്ക് കിട്ടിയില്ലേ? അതിലുണ്ടായില്ലേ? ഇതിനെക്കാട്ടും നല്ലതില്ലായില്ലേ? ഉണ്ടായിരുന്നില്ലെന്ന് ചോദിച്ചു. അപ്പൊ ഫസക്കത, ലുഖ്മാൻ അലൈഹിസ്സലാം മൗനം പാലിച്ചു. വീണ്ടും യജമാനൻ സുമ്മ അമറഹു ബിദബ്ഹി ഷാത്തിൻ ഉഖ്റ, മറ്റൊരാടിനെ അറുക്കാൻ വേണ്ടി കൽപ്പിച്ചു. സുമ്മ ഖാല ലഹു, എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അൽഖി അഖ്ബസഹാ മുദ്ഗതൈൻ, അതിൽ ഏറ്റവും മോശമായ 2 മാംസകഷ്ണം നീ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഫഅൽഖൽ ലിസാന വൽ ഖൽബ, അപ്പോഴും അദ്ദേഹം എടുത്തു കളഞ്ഞത് നാവും ഹൃദയവുമാണ്. അപ്പൊ ഫഖാല ലഹു, അദ്ദേഹത്തോട് യജമാനൻ ചോദിച്ചു, അമർതുക അൻ തഅതിയനി ബിഅത്യബി മുദ്ഗതൈൻ, നിന്നോട് നല്ല 2 മാംസകഷ്ണം കൊണ്ടുവരാൻ ഞാൻ നിന്നോട് കൽപ്പിച്ചപ്പോ ഫഅതൈതനി ബിൽ ലിസാനി വൽ ഖൽബ്, നീ കൊണ്ടുവന്നത് നാവും ഹൃദയവുമാണ്. എന്നാൽ വഅമർതുക അൻ തുൽഖിയ അഖ്ബസഹാ, അതിൽ ഏറ്റവും മോശമായ 2 കളയാൻ പറഞ്ഞപ്പോഴോ ഫഅൽഖൈത ലിസാന വൽ ഖൽബ,
അപ്പോഴും നീ കളഞ്ഞതും ഹൃദയവും നാവുമാണ്. അപ്പൊ മഹാനായ ഹിക്മത്തിന്റെ ഉടമയായ ലുഖ്മാൻ അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, ഫഖാല ലഹു ഇന്നഹു ലൈസ ശൈഉൻ അത്യബ മിൻഹുമാ ഇദാ താബ. തീർച്ചയായും ഒരു സാധനവുമില്ല നാവിനേക്കാളും ഹൃദയത്തെക്കാളും അത് നന്നായാൽ, നല്ലതാണെങ്കിൽ അതിനേക്കാളും നല്ല ഒന്ന് വേറൊന്നുമില്ല. എന്നാൽ വലാ അഖ്ബസ മിൻഹുമാ ഇദാ ഖബസ. നാവും ഹൃദയവും കേടുവന്നാൽ, മോശമായാൽ അതിനേക്കാളും മോശമായത് വേറെയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ യുക്തി, അദ്ദേഹം അവിടെ കാര്യം മനസ്സിലാക്കി കൊടുക്കുകയാണ്. അദ്ദേഹം അത്രക്കും ഹിക്മത്തിന്റെ ഉടമയായിരുന്നു. ഇങ്ങനെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ലളിതമായി ജീവിച്ച കറുത്ത വർഗക്കാരനായ ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ ഉപദേശങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ എടുത്ത് നമുക്ക് പറഞ്ഞു തരികയാണ്. അവിടെയാണ് ഇനി നമ്മൾക്ക് മനസ്സിലാക്കാൻ, പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കി നമ്മൾ പിൻപറ്റേണ്ടത്. ഒന്നാമതായി അദ്ദേഹം ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മക്കളോട് കൽപ്പിച്ച കാര്യം എന്താ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅസുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. ഇതൊരു വാപ്പൊരു രക്ഷിതാവ് ഏറ്റവും ആദ്യം മക്കളെ തർബിയത്ത് ചെയ്യുമ്പോൾ മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ ഈ ഉപദേശങ്ങൾ ഉലമാക്കളായ സലഫുകളൊക്കെ കുട്ടികളെ വളർത്തേണ്ട എങ്ങനെയാണ് എന്ന കിതാബ് രചിച്ചപ്പോ പ്രധാനമായും എടുത്തു കൊടുക്കുന്ന സംഭവങ്ങളാണ്. ഉത്തമമായ ഒരു മാതൃകയാണിത്. ഒന്നാമതായി ഒരു വാപ്പ, ഒരു മകൻ, പ്രായപൂർത്തിയായ ഒരു മകനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയത്തും അവന്റെ കൂടെ ഉണ്ടാവണം. ആദ്യം അവനോട് ചോദിക്കേണ്ടത് അവന്റെ തൗഹീദ്, അവന്റെ അഖീദയെ സംബന്ധിച്ച് അത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അതാണ് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകളോട് പറയുന്നത്, യാ ബുനയ്യ, എന്റെ പൊന്നു മകനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. എത്ര ഗൗരവമുള്ള കാര്യമാ! ഇന്ന് നമ്മുടെ നാട്ടിൽ ശിർക്കിന്റെ ഗൗരവം ആളുകൾക്ക് അറിയില്ല. ശിർക്കിന്റെ ആളുകളോട് എങ്ങനെ ഇടപഴകണമെന്ന് അറിയില്ല. എല്ലാം സ്നേഹമാണ്. എല്ലാവരും അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ശിർക്കിന്റെ ആളുകളോടും സ്നേഹമാണ്. ഇന്നത്തെ അവസ്ഥ എന്താ? ദുനിയാവിലെ നിലനിൽപ്പിന് വേണ്ടി പരലോകത്തെ പോലും, പരലോകം ഒരു പ്രശ്നമേ അല്ല, ദുനിയാവിൽ നിലനിൽക്കണം. അത് ശിർക്കിന്റെ ആളും വരട്ടെ, ശിർക്ക് വരട്ടെ, എല്ലാം വരട്ടെ, ആരോടും എതിർപ്പില്ലാതെ, ശിർക്ക് കണ്ടാൽ വിമർശിക്കാതെ, തിന്മ കണ്ടാൽ വിമർശിക്കാതെ, അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ഒരു സമൂഹമാണ് ഇന്ന്. അതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്? അതുകൊണ്ട് ഒന്നാമതായി ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ മാതൃക പിൻപറ്റേണ്ട ഒരു മുസ്ലിം ആദ്യം തന്റെ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം എന്താ? തൗഹീദായിരിക്കണം. എന്നിട്ട് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്ന ശിർക ലസുൽമുൻ അസീം. എന്താ ലുഖ്മാൻ അലൈഹിസ്സലാം മകനോട് പറഞ്ഞത്? മകനെ, ശിർക്കുണ്ടല്ലോ, അത് ഏറ്റവും വലിയ അപകടമാണ്. നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗം മുസ്ലിങ്ങൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ? ശിർക്കാണ്. എത്ര വലിയ ആ ശിർക്ക് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമസ്കരിച്ചിട്ട് കാര്യമില്ല, ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല, എന്ത് നന്മകൾ ചെയ്തിട്ടും കാര്യമില്ല. ഈ ഒരു അപകടം ഇന്ന് ആളുകൾ മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഈ ഒരു ഉപദേശം ആദ്യം നമ്മൾ മക്കൾക്ക് കൊടുക്കാൻ തയ്യാറാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, മഹാനായ സഹാബാക്കൾക്കിടയിൽ വിശുദ്ധ ഖുർആനിലെ ആയത്ത് അവതരിപ്പിച്ചു, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിസുൽ. വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ ദുൽമ കൂട്ടിക്കലർത്താത്ത ആളുകൾ, ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് നിർഭയത്വമുള്ളതെന്ന് ആയത്തിറങ്ങിയപ്പോ സഹാബാക്കൾക്ക് ആകെ ശഖ്ഖ ദാലിക ല അസ്ഹാബി റസൂലില്ലാഹ്, സഹാബാക്കൾക്ക് ആകെ പ്രയാസമായി. അപ്പോ വഖാലു ചോദിച്ചു, അയ്യുനാ ലാ യസ്ലിമു നഫ്സഹ്, അല്ലാഹുവിന്റെ റസൂലേ, സ്വന്തം നഫ്സിനോട് അക്രമം കാണിക്കാത്തവർ ഞങ്ങളിൽ ആരാണുള്ളത്? അവർക്ക് അത്രക്കും പേടിയായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ കമാ തദുന്നൂൻ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യം. ഇന്നമാ ഹുവ കമാ ഖാല ലുഖ്മാനു ലിബ്നിഹി, ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട് പറഞ്ഞതാണ്. അതെന്താ? ഇന്ന ശിർക ലസുൽമുൻ അസീം. മകനെ, ശിർക്ക് അത് ഏറ്റവും വലിയ അപകടമാണ്. അതിന്റെ താഴെയാണ് ബാക്കി എല്ലാ തോന്നിവാസങ്ങളും. ലോകത്തുള്ള മുഴുവൻ ആളുകളെ കൊന്നവനേക്കാൾ അപകടകാരി ആരെയാണ്? ഇന്ന് നമ്മുടെ നാട്ടിലുള്ള അല്ലാഹു അല്ലാത്ത വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ഖബറുകൾ കെട്ടിപ്പൊക്കി അവരോട് സഹായം തേടുന്നവരാണ്. എത്ര ഗുരുതരമാണ്! അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. രണ്ടാമതായി മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം വലിയൊരു ഉപദേശമാണ്. ഇതിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അല്ലാമ സഅദി റഹ്മഹുല്ലാഹ് പറഞ്ഞു, വൽ മഖ്സൂദു മിൻ ഹാദാ,
ഇനി വരുന്ന ആയത്ത് എന്താ? യാ ബുനയ്യ ഇന്നഹാ ഇൻ തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹാ അല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. നല്ല പറഞ്ഞ ആയത്ത്. തന്റെ മക്കള് ഒരു ചെറിയ തോതിൽ പോലും തിന്മയിലേക്ക് പോകാതിരിക്കാൻ, ചെറിയ തിന്മ പോലും തന്റെ സന്താനങ്ങളിൽ സംഭവിക്കാതിരിക്കാൻ ലുഖ്മാനുൽ ഹക്കീം കൊടുക്കുന്ന ഉപദേശം നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? യാ ബുനയ്യ, എന്റെ പൊന്നുമകനെ, ഇന്നഹാ, തീർച്ചയായും ഒരു തിന്മ. ചില മുഫസ്സിറുകൾ ഇത് കാര്യം എന്ന നിലക്ക് ദമീറു ശഅൻ എന്ന് പറയാ, അറബിയിൽ കാര്യം എന്ന നിലക്കും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഒരു തിന്മ, ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, ഒരു കടുകുമണിയോളം ചെറിയൊരു തെറ്റാണെങ്കിൽ, ഒരു കാര്യമാണെങ്കിൽ പോലും അത് ഫതകും ഫീ സഖറ, അതൊരു പാറയുടെ ഉള്ളിലായിക്കോട്ടെ, അത് പാറയുടെ മധ്യത്തിലായിക്കോട്ടെ, ഔ ഫിസ് സമാവാത്, ആകാശത്തിലാകട്ടെ, ഔ ഫിൽ അർദ്, ഭൂമിയിലാകട്ടെ, യഅതി ബിഹാ അല്ലാഹ്, അല്ലാഹു അത് ഖിയാമത്ത് നാളിൽ വിചാരണക്ക് മീസാനിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇത് പറയാനുള്ള കാരണം ഇമാം ബഗവി റഹ്മഹുല്ലാ തഫ്സീറിൽ പറഞ്ഞത് കാണാം. ലുഖ്മാനുൽ ഹക്കീം അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തോട് ചോദിച്ചു, യാ അബതി ഇൻ അമിൽതുൽ ഖതിഅത, എന്റെ വാപ്പ ഞാൻ ഒരു തെറ്റ് ചെയ്തു, ഹൈസു ലാ യറാനി അഹദുൻ, ഒരാളും എന്നെ കാണുന്നില്ല, ആ രീതിയിൽ ഞാൻ ഒരു തെറ്റ് ചെയ്താൽ കൈഫ യഅലമുഹു അല്ലാഹ്, എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അറിയുക എന്ന് പറഞ്ഞപ്പോഴാണ് ലുഖ്മാനുൽ ഹക്കീം തന്റെ മകന് ഉപദേശം കൊടുക്കുന്ന. സഹോദരന്മാരെ, എന്താണ് ഈ ആയത്തിന്റെ ഉദ്ദേശം? മഹാനായ അല്ലാമ സയ്യിദ് റഹ്മഹുല്ലാ പറഞ്ഞു, ഈ ആയത്തിൽ അൽ ഹസ്സു അലാ മുറാഖബത്തില്ലാഹ്, അല്ലാഹുവെ കുറിച്ചുള്ള ഭയപ്പെടുത്തുന്ന പ്രേരണയുണ്ട്. സ്വന്തം വാപ്പ മക്കളെ കുറിച്ച്, അല്ലാഹുവെ കുറിച്ച് ഭയപ്പാടുണ്ടാക്കാറുണ്ടോ? നമ്മൾ ചിന്തിക്കണം. അല്ലാഹു അനുസരിച്ച് ജീവിക്കണം എന്നുള്ള പ്രേരണ ഇതിലുണ്ട്. മഹ്മ അംകന, സാധിക്കുന്ന അത്രയും. വത്തർഹീബി മിൻ അമലിൽ ഖബീഹ്, മോശമായ തിന്മകൾ പ്രവർത്തനങ്ങൾ ചെയ്തതിനെ തൊട്ട് പേടിപ്പിക്കലുണ്ട്. ഖല്ലൗ കസുറ, അത് കുറച്ചായാലും ശരി അധികരിച്ചാലും ശരി. ഇത് വലിയൊരു തത്വമാണ്. തന്റെ മകനിൽ ഒരു ചെറിയ തിന്മ പോലും കണ്ടാൽ അതിനെ തടുക്കാൻ, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ തയ്യാറാവാറുണ്ടോ? അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്താ ഇന്നത്തെ അവസ്ഥ? ചില ആളുകളൊക്കെ ഇപ്പൊ ലഹരി പദാർത്ഥങ്ങളെ പോലെയുള്ള തിന്മകൾ കണ്ടാൽ ഒരു പക്ഷേ ചില മാതാപിതാക്കളൊക്കെ അത് തടഞ്ഞേക്കാം. എന്നാൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത മാർഗങ്ങൾ വേഷവിധാനത്തിലാവട്ടെ, ഞെരിയാണിക്ക് താഴെ എന്റെ ഒരു മകൻ, എന്റെ കോളേജിൽ പഠിക്കുന്ന മകൻ, അങ്ങനെ ഏതൊരു മകനാവട്ടെ, ഞെരിയാണിക്ക് താഴെയാണ് അവന്റെ വസ്ത്രം, അത് ഹറാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യമാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ഖിയാമത്ത് നാളിൽ കിട്ടാത്ത വിഭാഗമാണ്. അങ്ങനെ തന്റെ സന്താനം ചെയ്യുമ്പോ ഏത് വാപ്പയാണത് പറഞ്ഞു കൊടുക്കല്? വാപ്പ ഒരു പക്ഷേ അതിനേക്കാളും കഷ്ടമായിരിക്കും. ഇങ്ങനെയായാൽ എന്താണ് നന്നാവുക? ക്ലീൻ ഷേവ് ചെയ്യുന്ന ഒരു മകൻ ഹറാമാണ്. വാപ്പയും ക്ലീൻ ഷേവ്, മകനും ക്ലീൻ ഷേവ്. എവിടെയാണ് നന്നാവുക? എന്താണ് അവിടെ സ്നേഹമുള്ളത്? ദുനിയാവിൽ ലക്ഷങ്ങൾ കൊടുത്ത് സമ്പാദിച്ചു കൊടുത്തിട്ട് വലിയ ജോലി ഉണ്ടാക്കുന്നതല്ല സ്നേഹം. അത് നിങ്ങൾ ചെയ്യുന്നത് വഞ്ചനയാണ്. കാരണം അവന്റെ പരലോകം നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും. മ്യൂസിക് കേൾക്കുന്ന മകൻ, ആ മകനോട് അത് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുത്ത് വിലക്കുന്ന എത്ര രക്ഷിതാക്കളുണ്ട്? ഇസ്ലാമിന്റെ രീതിയിലല്ലാതെ വല്ല തോന്നിവാസികളുടെ അഭിനയങ്ങളും അനുകരിച്ചുകൊണ്ട് മുടി വളർത്തുന്ന പല തോന്നിവാസ രൂപത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത രൂപത്തിൽ മുടി വളർത്തുന്ന സന്താനങ്ങൾ എത്ര രക്ഷിതാക്കൾക്കുണ്ട്? ആരാണ് അതൊക്കെ ശ്രദ്ധിക്കാറുള്ളത്? അപ്പൊ സഹോദരന്മാരെ, ഇത്തരം കാര്യങ്ങളൊക്കെ അതാണ്. ചെറിയൊരു തിന്മയാണെങ്കിൽ പോലും മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മക്കൾ കൊടുക്കുന്ന ഉപദേശം ചെറിയൊരു കടുകുമണി പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മീസാനിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. മഹത്തായ ഉപദേശമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ഈ ഉപദേശങ്ങൾ നമ്മുടെ സന്താനങ്ങളിലേക്ക് പകർത്തി കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിനാദ്യം നമ്മളൊരു മാതൃകയാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു, അമ്മാ ബഅദ്. ലുഖ്മാനുൽ അലൈഹിസ്സലാം തന്റെ മകന് നൽകിയ ഉപദേശങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. തൗഹീദ് കഴിഞ്ഞാൽ സന്താനങ്ങൾ ഒരു ചെറിയ തിന്മകൾ പോലും അവരിൽ ഉണ്ടാവാതിരിക്കാൻ
മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം കൊടുത്ത ആ ഉപദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം, ഈ ആയത്ത് ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ നസീഹത്ത് അല്ലാഹു എടുത്ത് നമുക്ക് പഠിപ്പിച്ച് ഖുർആനിലൂടെ മനസ്സിലാക്കി തരുന്നത് ലിയംതസിലഹന്നാസു വയഖ്തദു ബിഹാ, ജനങ്ങൾ നമ്മൾ അത് മാതൃകയാക്കി അത് പിൻപറ്റേണ്ടതിന് വേണ്ടിയാണ്. അത് നമ്മൾ ചെയ്യണം. അതിനുവേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്ത അദ്ദേഹത്തിന്റെ ഉപദേശം എന്താ? യാ ബുനയ്യ, എന്റെ പൊന്നുമകനെ, അഖ്മിസ് സ്വലാഹ്, നീ നമസ്കാരം നിലനിർത്തണേ. വഅ്മുർ ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കണമേ. വൻഹ അനിൽ മുൻകർ, തിന്മയെ തൊട്ട് നീ വിരോധിക്കണം. വസ്ബിർ അലാ മാ അസാബക്, നിനക്കുണ്ടാവുന്ന പ്രശ്നങ്ങളിൽ പ്രയാസങ്ങളിൽ നീ ക്ഷമിക്കണം. എന്താ ഇതിൽ വലിയ തത്വങ്ങളാണ്. ഇതാരൊക്കെ നടപ്പിലാക്കാറുണ്ട്? തന്റെ മകനെ നമസ്കരിക്കാൻ, കൃത്യസമയത്ത് നമസ്കരിക്കാൻ കൽപ്പിക്കുന്ന എത്ര രക്ഷിതാക്കളുണ്ട്, എത്ര ആളുകളുണ്ട് അങ്ങനെ? ആ നന്മ കൽപ്പിക്കണം മകനെ, നീ തിന്മ വിരോധിക്കണം എന്ന് കൽപ്പിക്കുന്ന രക്ഷിതാക്കൾ എത്രയുണ്ട്? മറിച്ച് ഇതിന് മറിച്ച് തിന്മയിലേക്ക് മക്കളെ തള്ളിവിടുന്ന രക്ഷിതാക്കളാണ് ബഹുഭൂരിഭാഗവും. എന്തൊരു അപകടമാണ്! മഹാനായ ലുഖ്മാനുൽ ഹക്കീം അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം പല അഭിപ്രായങ്ങളുമുണ്ട്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തുണ്ടായിരുന്നു, 1000 വർഷം ജീവിച്ചിരുന്നു എന്നൊക്കെ തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരിയുടെ മകനാണ് എന്നൊക്കെ തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അല്ലാഹു അലം. ഏതായാലും ആ കാലഘട്ടത്തിൽ പോലും അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. അത് മുഫസ്സിറുകൾ എടുത്തു കൊടുത്തിട്ട് എന്താ? ഹക്ക് പറഞ്ഞാൽ, ഹക്ക് കൽപ്പിച്ചാൽ തിന്മ തടയുമ്പോ പ്രയാസങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് വസ്ബിർ അലാ മാ അസാബക്, ഇതൊക്കെ ചെയ്യുമ്പോൾ നിനക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നീ ക്ഷമിക്കണേ എന്നാണ് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ആലിമ, മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം മനസ്സിലാക്കി അന്നൽ ആമിറ ബിൽ മഅറൂഫി വന്നാഹി അനിൽ മുൻകർ, ഒരു തിന്മ വിരോധിക്കുകയും നന്മ കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലാബുദ്ദ യനാലഹു മിനന്നാസി അദാ, സ്വാഭാവികമായിട്ടും ആളുകളിൽ നിന്ന് ബുദ്ധിമുട്ട് അവൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഫഅമറഹു ബിസ്സബ്ർ, മകനോട് ക്ഷമിക്കാൻ വേണ്ടി മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം കൽപ്പിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് നാട്ടിൽ ഹക്ക് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ്. ഇന്ന് നോക്കിക്ക്, നമ്മൾ എടുത്തു നോക്കുക, ദീന് ഹക്ക് പറഞ്ഞാൽ ഇപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു സ്ത്രീയുടെ വസ്ത്രം, അത് ഹിജാബ്, മുഖം മറച്ച് ഒരു സ്ത്രീ നടക്കുക, അതാണ് ഒരു മുസ്ലിം സ്ത്രീയുടെ യഥാർത്ഥ വസ്ത്രം. അതല്ലാതെ നടക്കുന്നവർ, അന്യാണുകളുടെ ഇടയിലൂടെ ഔറത്ത് മറക്കാതെ കണ്ട കളർ വസ്ത്രവും ചുരിദാറും സാരിയും ഇട്ട് തോന്നിവാസികളായി നടക്കുന്നവർ, അത് ആലോചിച്ചു നോക്കുക. ആ വസ്ത്രം അഥവാ ഹിജാബ്, പർദ്ദ, മുഖം മറച്ചുള്ള വസ്ത്രം എന്ന് ധരിച്ചാൽ എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. എവിടെയാണ് പ്രശ്നമില്ലാത്ത? പല നാടുകളിലും പ്രശ്നമാണ്, പല രാജ്യങ്ങളിലും അത് നിരോധിച്ചിരിക്കുകയാണ്. എന്നാൽ ഒരു പെണ്ണ് അടിവസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ അവർ എല്ലാ ഊറത്തും കാണിച്ച് നടന്നാലും ഇവിടെ ആരെങ്കിലും കേസെടുക്കാറുണ്ടോ? പല നാടുകളിലും അത് അനുവദനീയമാണ്. അതാണ് നല്ലത്. കണ്ടോ, ശൈത്താന്റെ പണിയാണ്. ആ ഹക്ക് പറയാൻ പോയാൽ, നിക്കാബിടണമെന്ന് പറഞ്ഞാൽ, അല്ല ദീനിന്റെ ചിട്ടകൾ പറഞ്ഞാൽ, സ്ത്രീ വീടുകളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം, ആ അന്യാണുകളുടെ ഇടയിലൂടെ ജയ് വിളിച്ചുകൊണ്ട് തോന്നിവാസികളായി നടക്കരുതെന്ന് പറഞ്ഞ, അപ്പോൾ അതിനു മറുപടി മുസ്ലിമുകൾക്കിടയിൽ തന്നെ, പെണ്ണുങ്ങളെ വീട്ടിൽ അടക്കി ഉറുത്തരുത്, മറിച്ച് തോന്നിവാസങ്ങൾക്ക് വേണ്ടി, ജയ് വിളിക്കാൻ വേണ്ടി റോട്ടിലൂടെ ഇങ്ങനെ തോന്നിവാസികളാക്കി നടത്തണം. ശൈത്താന്റെ പണിയാണ്, ശൈത്താന്റെ പണിയാണ്. അത് നമ്മൾ പറഞ്ഞാൽ, ഈ സമയത്ത് നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടുത്തും. ഇപ്പൊ നീ അത് പറയണ്ട, ഇപ്പൊ തോന്നിവാസങ്ങളൊക്കെ ചെയ്യാവുന്ന, എന്തൊരു കഷ്ടമാണ്. അപ്പോ ഹക്ക് പറഞ്ഞാൽ, ഹക്ക് പറയുന്നവർക്കെതിരെ എന്നും ശൈത്താന്റെ ആളുകൾ ഉണ്ടാവും. അതുകൊണ്ട് മകനെ, അവിടെയൊക്കെ നീ ക്ഷമിക്കണമെന്നാണ്. അപ്പൊ സഹോദരന്മാരെ, ഇത്രയൊക്കെ ഇനിയുമുണ്ട് ബാക്കി ഉപദേശങ്ങൾ ഇൻഷാ അല്ലാഹ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോ ഈ ലുഖ്മാനുൽ അലൈഹിസ്സലാം തന്റെ സന്താനങ്ങൾക്ക് നൽകിയ ഈ ഒരു വാഗ്ദാനം അല്ലാഹു സുബ്ഹാനഹു വ തആല കറുത്ത വർഗക്കാരനായ, ചുണ്ട് തടിച്ച ഒരു അടിമ, സുഡാനിലുള്ള ഒരു അടിമ, ആ അടിമയുടെ ഉപദേശങ്ങൾ അല്ലാഹു ഖുർആനിലൂടെ എടുത്ത് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ടെങ്കിൽ വെറുതെയല്ല, അത് നമ്മൾ പിൻപറ്റാൻ വേണ്ടിയാണ്. അതിൽ ഉത്തമ മാതൃകയുണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോ ഈ ഒരു രീതിയിൽ സന്താനത്തെ വളർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് പല ആളുകളും, പ്രത്യേകിച്ച് നമ്മളൊക്കെ തന്നെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്തവരാണ്. ഒരു പ്രായം കഴിഞ്ഞാൽ, 10-15 വയസ്സ് കഴിഞ്ഞാൽ അവന്റെ സ്വതന്ത്ര കാര്യങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥ
നമ്മൾക്ക് ഉണ്ടാവാൻ പാടില്ല. സ്നേഹമുള്ള വാപ്പ എപ്പോഴും അവനെ ഉപദേശിച്ചു കൊണ്ടിരിക്കണം. അവന്റെ മേൽ എപ്പോഴും ഒരു നോട്ടം ഉണ്ടായിരിക്കണം. 25 വയസ്സായ മകനായാലും ശരി ഉപദേശിക്കണം. അതാണ് അവനോടുള്ള സ്നേഹം. തിന്മ കണ്ട, നിര്യാണിക്കത്തായ വസ്ത്രം കണ്ട, അതേപോലെ ഹറാമുകൾ കണ്ട, പള്ളിയിൽ പോകുന്നില്ല, മ്യൂസിക് കേൾക്കുന്നുണ്ട്, ഇങ്ങനെ ഒക്കെ കാണുമ്പോ അവൻ ഉപദേശിച്ചുകൊണ്ടിരിക്കണം. അതാണ് യഥാർത്ഥ വാപ്പ, അതാണ് യഥാർത്ഥ മാതാപിതാക്കൾ. അങ്ങനെ നമ്മൾ കുട്ടികളെ വളർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിൽ അടിയുറച്ച് ജീവിക്കാനും ഹക്കിൽ അടിയുറച്ച് മരിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. صلى الله على نبينا محمد وآله وصحبه وسلم.